തന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16-നുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ അഭിമുഖം പുസ്തക രൂപത്തിലെത്തും. പാപ്പായുമായി ഒരു സ്പാനിഷ് പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖമാണ് പുസ്തകമാകുന്നത്. പുസ്തകം 2024 ഏപ്രിൽ 3 പ്രകാശനം ചെയ്യുമെന്ന് സ്പാനിഷ് പ്രസാധകരായ പ്ലാനറ്റോ പബ്ലിഷിംഗ് ഹൗസ് പ്രസ്താവിച്ചു. പിൻഗാമി ബെനഡിക്ട് 16-നെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എന്നതാണ് പുസ്തക രൂപത്തിലിറങ്ങുന്ന അഭിമുഖത്തിന്റെ പേര്. ഒരേ സമയം 2 മാർപ്പാപ്പമാർ റോമിൽ താമസിച്ചതുപോലെയുള്ള അഭൂതപൂർവമായ ഒരു കാലത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകളാണ് പാപ്പ പങ്കുവയ്ക്കുന്നത്. 2013 ഫെബ്രുവരി 13 ആധുനിക കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പാപ്പായുടെ രാജി സംഭവിച്ചത്. സ്ഥാനത്യാഗം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ താമസിക്കുന്നതിന് അധികം ദൂരെയില്ലാതെ വത്തിക്കാൻ മൊണാസ്ട്രിയിലായിരുന്നു ബെനഡിക്ട് പാപ്പ താമസിച്ചിരുന്നത്. 2022 ഡിസംബർ 31 കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 95 വയസ്സുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ആഴമേറിയ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാവരെയും നേരിട്ട് അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് പാപ്പാസ്ഥാനം ത്യാഗം ചെയ്യാനുള്ള വലിയ കരുത്തുണ്ടായിരുന്നു. അതിനുശേഷവും അദ്ദേഹം തിരുസഭയെയും തൻ്റെ പിൻഗാമിയെയും അനുധാവനം ചെയ്തുവെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. പ്രസാധകർ പുറത്തുവിട്ട പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം ഇതായിരുന്നു. ABC ഡെയിലിയുടെ സ്പാനിഷ് വത്തിക്കാൻ റിപ്പോർട്ടറായ ഹാവിയർ മാർട്ടിനസ് ബ്രോക്കർ പാപ്പായുമായി നടത്തിയ അഭിമുഖമാണ് 240 പേജുകളുള്ള പുസ്തകമായി പുറത്തിറങ്ങുന്നത്. ജോസഫ് റാറ്റ്സിംഗറിനൊപ്പവും പിന്നീട് പാപ്പ ആയ ശേഷം ബെനഡിക്ട് 16-നുമൊപ്പമുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ പാപ്പ ഈ അഭിമുഖത്തിലൂടെ അവതരിപ്പിക്കുന്നു. തൻ്റെ മുൻഗാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പത്രപ്രവർത്തകനുമായി പങ്കുവച്ച പാപ്പ അദ്ദേഹത്തെ ഒരു ഉപകരണമാക്കുന്നതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തു.